ബോൾഗാട്ടി കൺവെൻഷൻ സെന്റർ പദ്ധതിയിൽ നിന്ന് പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി പിന്മാറി. ദുബായിൽ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. താൻ കയ്യേറ്റക്കാരനല്ലെന്ന് യൂസഫ് അലി പറഞ്ഞു. കേരളത്തിനായി നിലകൊണ്ട തന്നെ അവഹേളിക്കുകയാണ്. ലുലു മാളിനായി എല്ലാ അനുമതിയും വാങ്ങിയിരുന്നതായും യൂസഫ് അലി പറഞ്ഞു. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് എം.സി.എ. നാസർ ചേരുന്നു. നാസർ, എം.എ. യൂസഫ് അലിയുടെ വൻകിട പ്രൊജക്ടുകൾക്കെതിരെ തുടക്കം മുതലേ ആരോപണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മായ അല്പം മുമ്പ് അബുദാബിയിൽ വിളിച്ചേർത്ത പത്രസമ്മേളനത്തിലാണ് 800 കോടിയുടെ ബോൾഗാട്ടി പദ്ധതിയിൽ നിന്ന് താൻ പിന്മാറുന്ന വിവരം ഔദ്യോഗികമായിട്ട് യൂസഫ് അലി അറിയിച്ചിരിക്കുന്നത്. 2.5 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമാറായിരുന്നു ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ 30,000 കോടിയിലധികം വരുമാനമുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലക്ക് തന്നെ 2-3 സെന്റ് ഭൂമി കയ്യേറ്റക്കാരനായിട്ട് കുറ്റപ്പെടുത്തിയതിലുള്ള ദുഃഖം മൂലമാണ് ഇത്തരം കടുത്തൊരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നത് എന്നും, ഇത് മാത്രമല്ല ഭാവിയിൽ കേരളത്തിന്റെ മറ്റു വികസന സംരംഭങ്ങളിൽ നിന്ന് ചില പുനരാലോചനകൾ ആവശ്യമാവുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതെന്നും എം.എ. യൂസഫ് അലി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മായ. നന്ദി നാസർ. ബോൾഗാട്ടി കൺവെൻഷൻ സെന്റർ പദ്ധതിയിൽ നിന്ന് പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി പിന്മാറിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് എം.സി.എ. നാസർ.